ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാർപ്പഡേ. ഇന്ന് നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിലെ കുറച്ച് ഭാഗങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചോദ്യത്തിലേക്ക് പോവാം. ഗ്ലോറിയസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ആദ്യം. ദി ഗ്ലോറിയസ് റവല്യൂഷൻ ഒക്കേർഡ് ഇൻ വിച്ച് ഇയർ? ഏത് വർഷത്തിലാണ് ഗ്ലോറിയസ് റവല്യൂഷൻ നടന്നത്? 1688 ഗ്ലോറിയസ് റവല്യൂഷൻ നടന്നത്. വാട്ട് വാസ് റെസ്പോൺസിബിൾ ഫോർ ദി ഗ്ലോറിയസ് റവല്യൂഷൻ? ഗ്ലോറിയസ് റവല്യൂഷൻ്റെ കാരണം എന്തായിരുന്നു? ഗ്ലോറിയസ് റവല്യൂഷൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? ജെയിംസ് സെക്കൻഡ്സ് അറ്റംപ്റ്റ് ടു റീഎസ്റ്റാബ്ലിഷ് കത്തോലിസം വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ജെയിംസ് സെക്കൻഡ് ശ്രമിച്ചു. അതിൽ നിന്നാണ് ഗ്ലോറിയസ് റവല്യൂഷൻ ഉടലെടുക്കുന്നത്. ആഫ്റ്റർ ദി ഗ്ലോറിയസ് റവല്യൂഷൻ ദി റൂളേഴ്സ് ഓഫ് ഇംഗ്ലണ്ട് വേർ? ആരായിരുന്നു ഗ്ലോറിയസ് റവല്യൂഷന് ശേഷം ഇംഗ്ലണ്ടിലെ രാജാക്കന്മാർ? വില്യമും മേരിയുമായിരുന്നു ഗ്ലോറിയസ് റവല്യൂഷന് ശേഷം ഇംഗ്ലണ്ടിലെ രാജാക്കന്മാർ, രാജാവ് രാജ്ഞി. അടുത്തത്, ദ ഫസ്റ്റ് ഗ്രേറ്റ് ചാർട്ടർ ഓഫ് ലിബർട്ടീസ്. ആദ്യത്തെ ഗ്രേറ്റ് ചാർട്ടർ ഓഫ് ലിബർട്ടീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? മാഗ്ന കാർട്ടനെയാണ് ദി ഫസ്റ്റ് ഗ്രേറ്റ് ചാർട്ടർ ഓഫ് ലിബർട്ടീസ് എന്നറിയപ്പെടുന്നത്, മാഗ്ന കാർട്ട. ദി സെക്കൻഡ് ഗ്രേറ്റ് ചാർട്ടർ ഓഫ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് വാസ് സൈൻഡ് ബൈ ഡാഷ് ഇൻ 1628. 1628 രണ്ടാമത്തെ ഗ്രേറ്റ് ചാർട്ടറായ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെച്ച രാജാവ് ആരാണ്? കിങ് ചാൾസ് രാജാവാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് 1628 ഒപ്പുവെച്ചത്. വില്യം ആൻഡ് മാരി സൈൻഡ് ഓൺ ദി തേർഡ് ഗ്രേറ്റ് ചാർട്ടർ ഓഫ് ബ്രിട്ടീഷ് ലിബർട്ടീസ് കാൾഡ്? മൂന്നാമത്തെ, വില്യമും മാരിയും ഗ്ലോറിയസ് റവല്യൂഷന് ശേഷം വില്യമും മാരിയും സൈൻ ചെയ്ത മൂന്നാമത്തെ ഗ്രേറ്റ് ചാർട്ടർ എന്താണ് അറിയപ്പെടുന്നത്? എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ദി ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് മൂന്നാമത്തെ ചാർട്ടർ അറിയപ്പെടുന്നത്. ദി ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് മൂന്നാമത്തെ ചാർട്ടർ അറിയപ്പെടുന്നത്. ഒന്നാമത്തെ മാഗ്ന കാർട്ട എന്നറിയപ്പെട്ടു, രണ്ടാമത്തെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, മൂന്നാമത്തെ ബിൽ ഓഫ് റൈറ്റ്സ്. വിച്ച് സെഞ്ചുറി ഇൻ യൂറോപ്പ് ഹിസ്റ്ററി വാസ് ആൻ ഏജ് ഓഫ് ഗ്രാൻഡ് മൊണാർക്കി ഓർ എൻലൈറ്റൻഡ് ഡിപ്പോട്ട്സ്? ഏജ് ഓഫ് ഗ്രാൻഡ് മൊണാർക്കി എന്നറിയപ്പെടുന്ന കാലഘട്ടം, നൂറ്റാണ്ട് ഏതാണ്? 18ാം നൂറ്റാണ്ടിനാണ് ഏജ് ഓഫ് ഗ്രാൻഡ് മൊണാർക്കി അഥവാ എൻലൈറ്റൻഡ് ഡിപ്പോട്ട്സ് എന്നറിയപ്പെടുന്നത്. Who said that the 18th century is practically the century of Louis XVI on the continent of Europe? 18ാം നൂറ്റാണ്ട് യൂറോപ്പ് എന്ന വൻകരയിൽ ലൂയിസ് 16 കാലമായിരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? നെഹ്റു ആണ് പറഞ്ഞത്. ലൂയിസ് 16 കുറിച്ച് ഇപ്രകാരം പറഞ്ഞത് നെഹ്റു ആണ്. Who says that in future I shall be my own prime minister? ഭാവിയിൽ ഞാൻ തന്നെയാവും എൻ്റെ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞത് ആരാണ്? ഭാവിയിൽ ഞാൻ തന്നെയാവും എൻ്റെ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞത് ലൂയിസ് 14 ആണ്. രണ്ടാമനാണ് പറഞ്ഞത് ഭാവിയിൽ ഞാൻ തന്നെയാവും എൻ്റെ പ്രൈം മിനിസ്റ്റർ എന്ന്. അടുത്തത്, ദി ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ലൂയിസ് 14 അണ്ടർ ഹൂം ഫ്രാൻസ് ബിക്കെയിം പ്രോസ്പെറസ്. ലൂയി 14 കാലഘട്ടത്തിൽ ഫ്രാൻസ് അഭിവൃദ്ധിയിലായ സമയത്ത് ആരായിരുന്നു ഫിനാൻസ് മിനിസ്റ്റർ എന്നാണ് ചോദ്യം. കോൾബർട്ട് ആയിരുന്നു ലൂയി 14 ഫിനാൻസ് മിനിസ്റ്റർ. അടുത്തത്, ദി ഏജ് ഓഫ് ലൂയിസ് 14 വാസ് റിട്ടൺ ബൈ? ഏജ് ഓഫ് ലൂയിസ് 14 എന്നറിയപ്പെടുന്ന പുസ്തകം എഴുതിയത് ആരാണ്? വോൾട്ടയർ ആണ് ദി ഏജ് ഓഫ് ലൂയിസ് 14 എഴുതിയത്. ദി ഫാദർ ഓഫ് മോഡേൺ റഷ്യ, ആധുനിക റഷ്യയുടെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ആധുനിക റഷ്യയുടെ പിതാവായി കണക്കാക്കുന്നത് പീറ്റർ ദി ഗ്രേറ്റിനെയാണ്. ആരാണ്? പീറ്റർ ദി ഗ്രേറ്റ്. Who adapted the Western practice of beginning the year from January 1st instead of Russian practice of September 1st? റഷ്യക്കാർ സെപ്റ്റംബർ 1 കൊല്ലം ആരംഭിച്ചിരുന്നത്, പക്ഷേ അത് ജനുവരി 1 ആരാണ് എന്നാണ് ചോദ്യം. പീറ്റർ ദി ഗ്രേറ്റ് ആണ് സെപ്റ്റംബറിന് പകരം ജനുവരി 1 മുതലുള്ള സിസ്റ്റം കൊണ്ടുവന്നത്. Who changed the capital of Russia from Moscow and built a new capital called St. Petersburg? റഷ്യയുടെ തലസ്ഥാന നഗരി പീറ്റേഴ്സ്ബർഗ് ആക്കിയത്, മോസ്കോയിൽ നിന്ന് മാറ്റി പീറ്റേഴ്സ്ബർഗ് ആക്കിയത് ആരാണ്? പീറ്റർ ദി ഗ്രേറ്റിനെയാണ്. പീറ്റർ ദി ഗ്രേറ്റ്. എന്താണ്
Magna Carta. The Magna Carta was a charter of rights granted to Englishmen in 1215 AD by King John of England. അതിൽ നമുക്ക് ഓർത്തേക്കേണ്ടത് 1215 ജോൺ രാജാവിനെയാണ്. It was signed by King John in June 1215 at Runnymede. The charter contained 63 clauses. The Magna Carta is said to be the foundation stone of the rights and liberties of the English people, with the setting up of a constitutional monarchy and a parliamentary form of government in England. It is also called a Bible of the English Constitution. So, which is called as the Bible of English Constitution, that is Magna Carta. Next question. The King of England during the American War of Independence. American War of Independence സമയത്ത് ആരായിരുന്നു ഇംഗ്ലണ്ടിലെ രാജാവ്? ജോർജ് മൂന്നായിരുന്നു ഇംഗ്ലണ്ടിലെ രാജാവ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് ജോർജ് മൂന്നായിരുന്നു രാജാവ്. ദി ഡിക്ലറേഷൻ ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് ടുക്ക് പ്ലേസ് ഇൻ ദി ഇയർ. ഏത് വർഷത്തിലാണ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്തത്? 1776. 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്. അടുത്തത്, ദി സ്ലോഗൻ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന സ്ലോഗൻ. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന സ്ലോഗൻ ഉയർത്തിയത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ അമേരിക്കൻ ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത്, ഹു ഡ്രാഫ്റ്റഡ് ദി ഡിക്ലറേഷൻ ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ ഇൻഡിപെൻഡൻസിന്റെ ഡിക്ലറേഷൻ ഡ്രാഫ്റ്റ് ചെയ്തത് ആരായിരുന്നു? തോമസ് ജെഫേഴ്സൺ ആയിരുന്നു ഡിക്ലറേഷൻ ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് ഡ്രാഫ്റ്റ് ചെയ്തത്. No taxation without representation was the slogan adopted by which assembly or Congress? Massachusetts Assembly ആണ് no taxation without representation slogan അഡോപ്റ്റ് ചെയ്തത്. Who is the author of Common Sense? Common Sense എഴുതിയത് ആരാണ്? Common Sense എന്ന പുസ്തകം എഴുതിയത് ആരാണ്? തോമസ് പൈനെ ആണ് Common Sense എഴുതിയത്. തോമസ് പൈനെ. Which is not a feature of American Constitution? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫീച്ചറിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ്: ഫെഡറേഷൻ, റിപ്പബ്ലിക്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ക്യാബിനറ്റ് സിസ്റ്റം. ഏതാണ് അമേരിക്കൻ്റെ സിസ്റ്റത്തിൽ വരാത്തത്? ക്യാബിനറ്റ് സിസ്റ്റം ആണ്. ഇറ്റ്സ് എ റിട്ടൺ, ഫെഡറൽ ആൻഡ് റിപ്പബ്ലിക് അമേരിക്ക. ദി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് വാസ് ഫോട്ട് അഗെയിൻസ്റ്റ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആർക്കെതിരെയായിരുന്നു? ബ്രിട്ടനെതിരെയായിരുന്നു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ദി ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ജോർജ് വാഷിംഗ്ടൺ അഥവാ ജോർജ് ടെലിഫർ ഓഫ് വാഷിംഗ്ടൺ. ദി ഇൻസിഡന്റ് ബോസ്റ്റൺ ടീ പാർട്ടി ടുക്ക് പ്ലേസ് ഇൻ. എവിടെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി ഇൻസിഡന്റ് നടന്നത്? അമേരിക്കൻ ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ടതാണ്. 1773. Which of the following American president was not assassinated during the term of office? പദവിയിലിരിക്കെ അന്തരിക്കാത്ത അല്ലെങ്കിൽ കൊല്ലപ്പെടാത്ത അമേരിക്കൻ പ്രസിഡന്റ്. ഓപ്ഷൻസ്: എബ്രഹാം ലിങ്കൺ, വില്യം മാക്കിൻലി, ജെയിംസ് എ ഗാർഫീൽഡ്, ജോർജ് വാഷിംഗ്ടൺ. ആരാണ്? ജോർജ് വാഷിംഗ്ടൺ ആണ് പദവിയിലിരിക്കെ അന്തരിക്കാത്ത അമേരിക്കൻ പ്രസിഡന്റ്. എബ്രഹാം ലിങ്കണും വില്യം മാക്കിൻലിയും ജെയിംസ് ഗാർഫീൽഡും പദവിയിലിരിക്കും കൊല്ലപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റുമാരാണ്. ദി ഹീറോ ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അല്ലെങ്കിൽ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ ഹീറോ എന്നറിയപ്പെടുന്നത് ആരാണ്? ജോർജ് വാഷിംഗ്ടൺ ആയിരുന്നു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ ഹീറോ. ദി ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് പ്രസിഡന്റ് ഓഫ് അമേരിക്ക. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയെ അറിയപ്പെടുന്ന പേരെന്താണ്? ദി വൈറ്റ് ഹൗസ് എന്നാണ് അറിയപ്പെടുക. What is the correct chronological sequence of the following? The Boston Tea Party, Philadelphia Congress, Massachusetts Assembly. ഇവയുടെ ക്രമം നോക്കുകയാണെങ്കിൽ ആദ്യം മാസാച്യുസെറ്റ്സ് അസംബ്ലി നടന്നു, പിന്നീട് ബോസ്റ്റൺ ടീ പാർട്ടി ഇറങ്ങേറി, പിന്നീടാണ് ഫിലാഡൽഫിയ കോൺഗ്രസ്. In which year the British Parliament passed the Stamp Act? അമേരിക്കയിൽ സ്റ്റാമ്പ് ആക്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയത് എന്നാണ്. 1765 1765 സ്റ്റാമ്പ് ആക്ട് പാസ്സാക്കിയത്.
created the popular slogan, taxation without representation is a tyranny. Taxation without representation is a tyranny എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ് പറഞ്ഞത് ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ ഈസ് tyranny. ബോസ്റ്റൺ ടീ പാർട്ടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. The Third American Congress met at Philadelphia in 1776 and drew up the famous Declaration of Independence. 1776 കൂടിയ ഫിലാഡൽഫിയ കോൺഗ്രസ് ഇൻഡിപെൻഡൻസ് ഡിക്ലറേഷൻ പാസ്സാക്കിയത് എന്നാണ്. ജൂലൈ 4, 1776. ജൂലൈ 4, 1776. The primary cause of resentment in American colonies was colonial policy of England in economic and political matters. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് ഇംഗ്ലണ്ട് ഈ കോളനിക്കാരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയപ്പോഴാണ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് the 13 British colonies on the east coast of America were resentful of the way they were being governed by their mother country, England. We know that they are migrated from or migrants from Britain. So the Britain started governing the colonies. Attempts to collect new taxes such as Stamp Act 1765 and Tax on Tea 1761 angered the colonists, who maintained that the British government was imposing taxation without representation and that only the colonial representative assemblies could rightfully tax Americans. This resolution started in 1775 and lasted until 1781. On July 4, 1776, the Declaration of Independence was issued. Its author was Thomas Jefferson. The colonies formed themselves into a federal republic under the name of United States of America. George Washington was appointed as the supreme commander of their forces. The British refused to recognize American independence. This led to war between the 13 colonies and Britain, in which the latter was defeated. Britain recognized the independence of United States in 1783. So, some important matters we have to note that the colonies was 13 colonies. The Stamp Act 1765, then the tax on tea 1761, then the revolution started in 1775 until 1781. On July 4, 1776, Declaration of American Independence. George Washington as the supreme commander. Britain approved in 1783. Then, next question. Which famous ruler remarks that I am the state? ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ലൂയിസ് 14. ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത്. Who was the Controller General of Finance during the time of Louis 14? ലൂയിസ് 14 കാലഘട്ടത്തിൽ ആരായിരുന്നു ഫിനാൻസ് കൺട്രോൾ ചെയ്യുന്നു? ഫിനാൻസ് മിനിസ്റ്റർ ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട്. ജസ്റ്റ് വി ഡിസ്കസ്ഡ് ഇറ്റ്. It was Jean Baptiste Colbert, whose period has been described as the Augustus age or golden age of French art and literature. ഫ്രാൻസിലെ ആർട്ട് ലിറ്ററേച്ചറിൻ്റെ നല്ല കാലം എന്നറിയപ്പെടുന്നത് ഗോൾഡൻ ഏജ് എന്നറിയപ്പെടുന്നത് ആരുടെ കാലമാണ്? ഏത് രാജാവിൻ്റെ കാലമാണ്? ലൂയിസ് 14. അവിടെയാണ് എക്കണോമിക്കലായാലും ഫ്ലറിഷ് ചെയ്തിരുന്ന ലൂയിസ് 14 കാലത്താണ്. Who stated that Louis 14 gave greater encouragement to art than all his fellow king together. ആർട്സിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്ന ആളാണ് ലൂയിസ് 14 എന്ന് പറയുന്നത് ആരാണ് അന്ന് സ്റ്റേറ്റ് ചെയ്യുന്നത് ആരാണ്? വോൾട്ടയർ ആണ്. അദ്ദേഹത്തിന് ലൂയിസ് 14 എന്നുള്ള പുസ്തകം ഉണ്ടല്ലോ അതിലാണ്. ദി 3 estates of France during the French Revolution. ഫ്രഞ്ച് റവല്യൂഷൻ കാലത്ത് 3 എസ്റ്റേറ്റുകൾ നടന്നിരുന്നു. അവ ഏതൊക്കെയായിരുന്നു? ക്ലർജി, നോബിൾസ്, കോമൺ മാൻ. ക്ലർജി, നോബിൾസ്, കോമൺ. Who propounded the democratic theory? Democratic theory ആരാണ് പ്രൊപ്പോണ്ട് ചെയ്തത്? ആരാണ് കൊണ്ടുവന്നത്? ആരാണ് democratic theory? റൂസോയുടെയാണ് democratic theory. The doctrine of natural rights, limited government and the right of resistance against tyranny were propounded by. 3.1 The doctrine of natural rights, limited government and the right of resistance against tyranny. These were propounded by the philosopher or the writer, the historian, John Locke. In France, the foremost exponent of liberal political theory. Liberal political theory വക്താക്കൾ ആരെല്ലാം ആരായിരുന്നു?
വോൾട്ടയറും മോണ്ടസ്ക്യൂ ആയിരുന്നു ലിബറൽ പൊളിറ്റിക്കൽ തിയറിയുടെ വക്താക്കൾ. ടു ഹൂം ദി ഐഡിയൽ ഫോം ഓഫ് ഗവൺമെന്റ് വാസ് എയ്തർ ആൻ എലൈറ്റൻഡ് മൊണാർക്കി ഓർ എ മിഡിൽ ക്ലാസ് ഡൊമിനേറ്റഡ് റിപ്പബ്ലിക്. ആരാണ് ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത്? ദി ഗവൺമെന്റ് വാസ് എയ്തർ ആൻ എലൈറ്റൻഡ് മൊണാർക്കി ഓർ മിഡിൽ ക്ലാസ് ഡൊമിനേറ്റഡ് റിപ്പബ്ലിക്. വോൾട്ടയർ ആണ് അഭിപ്രായപ്പെട്ടത്. ഹു പ്രൊമൾഗേറ്റഡ് ദി തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്നുള്ള തിയറി ആരാണ് ഉയർത്തിയത്? ആരായിരുന്നു? മോണ്ടസ്ക്യൂ ആയിരുന്നു. ഹു വാസ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ദി ഫ്രഞ്ച് ഫിലോസഫർ ഓഫ് 18th century. 18ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് ഫിലോസഫർ, ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രഞ്ച് ഫിലോസഫർ ആരായിരുന്നു? റൂസോ ആയിരുന്നു. ഹു വാസ് ദി ഗ്രേറ്റസ്റ്റ് എക്സ്പോണന്റ് ഓഫ് ലൈസസ്-ഫെയർ തിയറി. ലൈസസ്-ഫെയർ തിയറിയുടെ പ്രൊപ്പൗണ്ടർ ഒരു എക്സ്പോണന്റ് ആരായിരുന്നു? ഇറ്റ് വാസ് Mirabeau. It was Mirabeau. The greatest exponent of laissez-faire theory was Mirabeau. Which French monarch summoned the Estates General at Versailles in May 1789? 1789 വെഴ്സൈൽ വെച്ചിട്ട് ഈ എല്ലാ എസ്റ്റേറ്റുകളെയും വിളിച്ചു കൂട്ടിയത് ആരായിരുന്നു? ലൂയിസ് 16 ആണ് ഇത്തരത്തിൽ എല്ലാവരെയും സമൻ ചെയ്തത്. When was the Declaration of Rights of Man passed? Declaration of Rights of Man പാസ്സാക്കിയത് എന്നാണ്? ഏത് വർഷത്തിൽ ആണ്? സെപ്റ്റംബർ 1789. സെപ്റ്റംബർ 1789 ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് പാസ്സാക്കിയത്. Who has been rightly called the Justinian of modern France? മോഡേൺ ഫ്രാൻസിന്റെ ജസ്റ്റീനിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നെപ്പോളിയൻ ആണ് ദി ജസ്റ്റീനിയൻ ഓഫ് മോഡേൺ ഫ്രാൻസ് എന്നറിയപ്പെടുന്നത്. Who said I am the revolution? ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് ആരാണ്? I am the revolution എന്ന് പറഞ്ഞത് നെപ്പോളിയനാണ്. I am the revolution എന്ന് പറയുന്നത് നെപ്പോളിയനാണ്. ദി ഫ്രഞ്ച് റവല്യൂഷൻ ടു പ്ലേസ് ഇൻ ഏത് വർഷത്തിലാണ് ഫ്രഞ്ച് റവല്യൂഷൻ നടന്നത്? 1789. ഫ്രഞ്ച് റവല്യൂഷൻ കുറിച്ച് നോക്കാം. 1789 ഫ്രഞ്ച് റവല്യൂഷൻ. The French Revolution was brought about by economic, social, and intellectual causes. The King of France had become despotic and flouted the constitution and tradition of the country. The nobles and clergymen enjoyed privileges which were denied to the common people. Taxes were imposed upon those poor people, and they have no means to pay them. At the same time, the revolutionary teachings of great intellectuals like Rousseau, Montesquieu, and Voltaire produced the necessary climate for the revolution. Rousseau's gospel of liberty, equality, and fraternity stirred up the imagination of the people and prepared them for effecting great changes in the setup of church and the state. The fall of Bastille. On July 14, 1789, the Paris mob attacked the Bastille, the state prison, and released all the prisoners. This became the signal for the revolution. The peasants rose and destroyed the houses of the nobility and gentry. King Louis XVI was put to death in 1793. Napoleon Bonaparte emerged as its leader. The revolution swept away all the feudal structures of society. In French Revolutionൽ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടത് 1789 എന്നുള്ള വർഷമാണ്. പിന്നെ മൂന്ന് ക്ലാസ്സസ് ആയിട്ട് ക്ലർജി, നോബൽസ്, കോമൺസ് എന്നിങ്ങനെ തിരിച്ചിരുന്നു. കൂടുതൽ അവിടെ ഫ്രാൻസിലൊരു ദാരിദ്ര്യമൊക്കെ ക്ഷാമൊക്കെ വരുമ്പോഴാണ് ഈ ഫ്രഞ്ച് റവല്യൂഷനിലേക്ക് പോകുന്നത്. അത് ലൂയിസ് 16 കാലത്താണ്. ലൂയിസ് 14 കാലത്ത് ഏറ്റവും അഭിവൃദ്ധിയിലായിരുന്നു. ലൂയിസ് 16 ആയപ്പോൾ അത് ഒരുപാട് നശിച്ചു. ആ കാലഘട്ടത്തിലാണ് ഇത് തുടങ്ങുന്നത്. പിന്നെ ഇവരെ ഈ വിപ്ലവത്തെ സ്വാധീനിച്ച റൂസോ, മോണ്ടസ്ക്യൂ, വോൾട്ടയർ അവരുടെ ലിബർട്ടി, റൂസോയുടെ ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നുള്ള പദപ്രയോഗങ്ങളൊക്കെ ചിന്താഗതികളൊക്കെ ഫ്രഞ്ച് റവല്യൂഷൻ വളരെയധികം സ്വാധീനിച്ചു. അതുപോലെ ഈ അക്രമകാരികൾ അവർ ബാസ്റ്റൈൽ ജൂലൈ 14, 1789 സ്റ്റേറ്റ് ജയിലായ ബാസ്റ്റൈൽ തകർത്ത് അവിടുത്തെ പ്രിസണേഴ്സിനെയൊക്കെ മോചിപ്പിക്കുകയുണ്ടായി. 1793 ലൂയിസ് 16 ഇവർ വധിച്ചു. ഗില്ലറ്റിൻ എന്നുള്ള ഉപകരണം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്. ഇതുവരെ വായിച്ച കാര്യങ്ങളോ സ്റ്റഡിക്ക് പെട്ടെന്ന് വായിച്ചു പോവാണ്. ഒരിക്കൽ കൂടി ഒരു റിവിഷൻ എന്നുള്ള രീതിയിലാണ്. ഗ്ലോറിയസ് റവല്യൂഷൻ നടന്നത് എന്നാണ്. മാത്തായ വിപ്ലവം നടന്ന ഗ്ലോറിയസ് റവല്യൂഷൻ നടന്നത്
എപ്പോഴാണ്? 1688 1688 1688 ഗ്ലോറിയസ് റവല്യൂഷൻ. ഗ്ലോറിയസ് റവല്യൂഷന് പെട്ടെന്നുള്ള കാരണം എന്ന് പറയുന്നത് ജെയിംസ് സെക്കൻഡിന്റെ കത്തോലിസം വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമായിരുന്നു. ഗ്ലോറിയസ് റവല്യൂഷന് ശേഷം ഇംഗ്ലണ്ടിലെ ഭരണാധികാരികൾ വില്യമും മേരിയായിരുന്നു. ഫസ്റ്റ് ഗ്രേറ്റർ ചാർട്ടർ ഓഫ് ലിബർട്ടി എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ടയാണ്. സെക്കൻഡ് ഗ്രേറ്റർ ചാർട്ടർ ഓഫ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് സൈൻ ചെയ്ത രാജാവായിരുന്നു ചാൾസ് രാജാവ്. 1628 ഒപ്പുവെച്ചത് ചാൾസ് രാജാവ്. വില്യമും മേരിയും മൂന്നാമത് ചാർട്ടർ ഒപ്പുവെച്ചു. അതിന്റെ പേരായിരുന്നു ബിൽ ഓഫ് റൈറ്റ്സ്. ഏത് നൂറ്റാണ്ടിലാണ് യൂറോപ്യൻ ഹിസ്റ്ററി ഏജ് ഓഫ് ഗ്രാൻഡ് മൊണാർക്കി എന്നും അല്ലെങ്കിൽ എൻലൈറ്റൻ ഡെപ്പോട്ടിസം എന്നും അറിയപ്പെട്ടത്? 18-ാം നൂറ്റാണ്ടിലാണ്. 18-ാം നൂറ്റാണ്ട് യൂറോപ്യൻ കോണ്ടിനെന്റിന് വെച്ച് അത് ലൂയി 14 കാലമായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് നെഹ്റുവാണ്. ഞാൻ തന്നെയായിരുന്നു ഭാവിയിലെ എൻ്റെ പ്രൈം മിനിസ്റ്റർ എന്ന് അഭിപ്രായപ്പെട്ടത് പീറ്റർ ദി ഗ്രേറ്റ് ആണ്. ലൂയിസ് 14 ആണ്. ലൂയിസ് 14 ആണ്. പീറ്റർ ദി ഗ്രേറ്റ് അല്ല, ലൂയിസ് 14 ആണ്. ഞാനായിരിക്കും എൻ്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞത്. ദി ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ലൂയിസ് 14. പ്രോസ്പെറസ് ആയ കാലഘട്ടത്തിൽ ഫിനാൻസ് മിനിസ്റ്റർ ആരായിരുന്നു? കോൾബർട്ട് ആയിരുന്നു. ഏജ് ഓഫ് ലൂയിസ് 14 എഴുതിയത് വോൾട്ടയർ ആണ്. മോഡേൺ റഷ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പീറ്റർ ദി ഗ്രേറ്റ് ആണ്. സെപ്റ്റംബർ 1 പകരം ജനുവരി 1 ആക്കിയത്, കൊല്ലാരംഭം ആക്കിയത് പീറ്റർ ഗ്രേറ്റ് ആണ്. റഷ്യയുടെ ക്യാപിറ്റൽ മോസ്കോയിൽ നിന്ന് സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് മാറ്റിയതും പീറ്റർ ദി ഗ്രേറ്റ് ആയിരുന്നു. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് ഇംഗ്ലണ്ടിലെ രാജാവായിരുന്നു ജോർജ് മൂന്നാമൻ. അമേരിക്കൻ ഇൻഡിപെൻഡൻസ് ഡിക്ലറേഷൻ നടക്കുന്നത് 1776 നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്നത് ഉയർത്തിയത് അമേരിക്കൻ കോളനികളായിരുന്നു. Who drafted the Declaration of American Independence? It was Thomas Jefferson. No taxation without representation was a slogan adopted by Massachusetts Assembly. Who is the author of Common Sense? Common Sense എഴുതിയത് തോമസ് പൈനെയാണ്. Which is not a feature of American Constitution. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രത്യേകതയല്ലാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ക്യാബിനറ്റ് സിസ്റ്റം ഇല്ല. The American War of Independence was fought against Britain. ബ്രിട്ടനെതിരായിരുന്നു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. The first president of United States of America was George Washington. The incident Boston Tea Party took place in America. Which of the following American president was not assassinated during his term of office? അത് ആരൊക്കെയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള മനസ്സിലാക്കാം. എബ്രഹാം ലിങ്കണും വില്യം മാക്കൻലിയും ജെയിംസ് ഗാർഫീൽഡും. The hero of American War of Independence. ജോർജ് വാഷിംഗ്ടൺ ആണ് ഹീറോ ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. The official residence of President of America is the White House. In which year the British Parliament passed the Stamp Act? Stamp Act ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയ വർഷം എന്ന് പറയുന്നത് 1765 സ്റ്റാമ്പ് ആക്ട് പാസ്സായത്. Who created the popular slogan taxation without a representation is a tyranny? Taxation without representation is tyranny എന്ന് പറഞ്ഞത് ആരാണ്? ജെയിംസ് ഓട്ടിസ്. ബോസ്റ്റൺ ടീ പാർട്ടി എന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. Third American Congress met at Philadelphia in 1776 and drew up the famous Declaration of Independence in July 4, 1776. The primary cause of resentment in the American colonies. എന്തായിരുന്നു അവർക്ക് പ്രത്യേകിച്ച് ഉള്ള ദേശത്തിന് കാരണം? കോളനികൾക്ക് colonial policy of England in economic and political matters. Which famous ruler remarks that I am the state? ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത്. Who was the Controller General of Finance during time of Louis XIV? Colbert. Whose period has been described as the Augustan Age or Golden Age of French art and literature? Louis XIV. Who stated that Louis XIV gave greater encouragement to art than all his fellow kings together? Voltaire. The three estates of France during the French Revolution was clergy, nobles and common men. Who propounded the democratic theory? Rousseau. Rousseau propounded the democratic theory. The doctrine of natural rights, limited government and the right of resistance against tyranny were propounded by John Locke. In France, the foremost exponent of liberal political theory was Voltaire and Montesquieu. Liberal political theory. To whom the ideal form of government was either an enlightened monarchy or a middle class dominated republic. ആർക്കായിരുന്നു? വോൾട്ടയർ. Who promulgated the theory of separation of powers by
Montesquieu. Separation of powers, Montesquieu. Who was the greatest of the French philosopher of 18th century? Rousseau. Who was the greatest exponent of laissez-faire theory? Mirabeau. Which French monarch summoned the Estates General at Versailles in May 1789? 1789 എല്ലാ സ്റ്റേറ്റുകളെയും വിളിച്ചു കൂട്ടിയ രാജാവായിരുന്നു Louis XVI. When was Declaration of Rights of Man passed? Declaration of Rights of Man passed in September 1789. What has been rightly called the Justinian of modern France? Napoleon. Who said I am the revolution? ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞാൽ നെപ്പോളിയൻ ബോണപ്പാർട്ട്. The French Revolution took place in 1789. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ നമ്മുടെ ടെലഗ്രാമിൽ ഭാഗമാകുക. പ്രീമിയം ചാനലും ഉണ്ട്, സാധാ ചാനലും ഉണ്ട്. രണ്ട് ചാനലിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. സീനിയർ എക്സാമും അടുത്ത ആഴ്ചയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.